ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. ഇന്ന് USS എക്സാമൊക്കെ കഴിഞ്ഞു. തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പ്രതീതിയായിരിക്കും എല്ലാവർക്കും. പിന്നെ ഇനിയിപ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇനി അഥവാ നഷ്ടപ്പെടുകയാണെങ്കിൽ പോട്ടെ. അല്ലാതെ നമ്മളിനി ടെൻഷൻ അടിച്ച് അതോർത്ത് ദുഃഖിച്ച് കരഞ്ഞ് വെറുതെ നമ്മളിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിന് സാഹചര്യം ഒന്നും അനുവദിച്ചില്ല. ഏതായാലും സാരമില്ല, നമുക്ക് ഇനി അങ്ങോട്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ സെറ്റ് എയും സെറ്റ് ഡിയും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നിങ്ങൾക്ക് മാത്സിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ചോദ്യം വായിച്ചിട്ട് സെറ്റ് എയിലെ ചോദ്യം വായിച്ചിട്ട് ഓപ്ഷൻ പറയാം. സെറ്റ് ഡിയിലെ വെറുതെ ഓപ്ഷൻ മാത്രം പറഞ്ഞു പോവാം. അപ്പോൾ ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെറ്റാണെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് നോക്കി അടയാളപ്പെടുത്തി വെച്ചാൽ മതിയാവും. കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എങ്കിലും ടീച്ചർ ഇടുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം 31ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 31 6/10 - 4/10 ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ ഡി 0 ആണ് വരുന്നത്. 32ാമത്തത് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. ചുവടെയുള്ളവയിൽ ഈ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആകാവുന്നത് ഏത്? അത് ഓപ്ഷൻ എ 19 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 33 12.5 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 13 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര എന്നാണ്. ഓപ്ഷൻ ബി 4% വരുന്നത്. 34 ഒരു ചിത്രമാണ്. ചിത്രത്തിലെ ABCD എന്ന സാമാന്തരികത്തിനുള്ളിൽ വരച്ച സമഭുജ ത്രികോണമാണ് APD. കോൺ ബി 100 ഡിഗ്രി ആയാൽ കോൺ PDC എത്ര എന്നാണ്. അത് ഓപ്ഷൻ ബി 40 ഡിഗ്രിയാണ് വരുന്നത്. 35 ചുവടെയുള്ളവയിൽ 49 ഘടകങ്ങളുള്ള സംഖ്യ ഏത് എന്നാണ്. ഓപ്ഷൻ ഡി 36/3 ആണ് വരുന്നത്. 36ാമത്തെ ചോദ്യം 16/16 4/1 എത്രയാണ്? അത് ഓപ്ഷൻ സി ആണ് വരുന്നത്, 4/31. ഇനി അടുത്ത ചോദ്യം വരുന്നത് 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കും? അത് ഓപ്ഷൻ എ 6 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. അടുത്ത 38ാമത്തത് x-y ബ്രാക്കറ്റിനുള്ളിലാണ് മൈനസ് ഇസഡിന് തുല്യമായത് ഏത്? ഓപ്ഷൻ എ x - y + z ആണ് വരുന്നത്. 39ാമത്തെ ചോദ്യം 4/27 × 50/5 ഏറ്റവും ചെറിയ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു പൂർണ്ണ വർഗം ലഭിക്കും? അവിടെ ഓപ്ഷൻ എ 2 ആണ് വരുന്നത്. അടുത്തത് 40ാമത് ഒരു ചിത്രം തന്നെയാണ്. ABCD എന്ന സമചതുരത്തിൻ്റെ 4 മൂലകളിൽ നിന്നും 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച സമചതുരമാണ് PQRS. PQRS എന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ABCD എന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? അത് വരുന്നത് ഓപ്ഷൻ സി 8 സെൻറ്റിമീറ്റർ. അടുത്തത് 45² = 2025 തന്നിട്ടുണ്ട്. 45/4 തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് 4100.625 അതിൽ വരുന്നത് ഓപ്ഷൻ സി 45 ആണ്. 42ാമത്തത് ഒരു ചിത്രമാണ്. ഷേഡ് ചെയ്ത ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ് XYZ എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ്. PQRS എന്ന ചതുരത്തിൻ്റെ പരപ്പളവ് 100 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ PQX എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? അത് ഓപ്ഷൻ ഡി 100 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 25 ആളുകളുടെ ശരാശരി പ്രായം 25 ആണ്. 25 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരാശരി പ്രായം എത്രയായിരിക്കും? അത് സി ആണ് വരുന്നത്, 50. അടുത്തത് ചുവടെയുള്ളവയിൽ -10 - 4 തുല്യമായത് ഏത്? ഓപ്ഷൻ എ -14, -14. 45ാമത്തത് 11.25 മീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ നിന്നും 2.25 മീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? ഓപ്ഷൻ ഡി 25 ആണ് വരുന്നത്. അടുത്തത് ഒരു പൈ ഡയഗ്രാമാണ്. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 180 കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബ്ബിലെ അംഗമാണ്. ഓരോ ക്ലബിലെയും അംഗങ്ങളുടെ വിവരം സൂചിപ്പിക്കുന്ന വൃത്തചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ചുവടെയുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ 12ൽ 1 ഭാഗം ഇംഗ്ലീഷ് ക്ലബിൽ അംഗങ്ങളാണ്. അതാണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത 2-3 ചോദ്യം കൂടി ഉണ്ട്, നോക്കാം. 47ാമത്തെ ചോദ്യം
ബി സിയുടെ ചിത്രമാണ്. ബി സിയുടെ മധ്യബിന്ദുവാണ് ഡി. ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണം എ ഡി സിയുടെ പരപ്പളവ് എത്രയാണ്? 50 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി. അടുത്തത് 48. ചുവടെയുള്ളതിൽ വലിയ സംഖ്യ ഏത്? അത് ഓപ്ഷൻ സി ആണ് വരുന്നത്, 3/7. ഇനി 49. ഒന്നുകളുടെ സ്ഥാനത്ത് 3 വരുന്ന രണ്ടക്ക സംഖ്യകളുടെ ബീജഗണിത രൂപം ഏത്? അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 10n + 3, n = 1, 2, 3 അങ്ങനെ 9 വരെയുള്ള. ഇനി 50ാമത്തെ ചോദ്യം. 2 പാത്രങ്ങളുടെ ഉള്ളളവുകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ചെറിയ പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അത് ഓപ്ഷൻ ബി ആണ്, 2.25 ലിറ്റർ ആണ് വരുന്നത്. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഓപ്ഷൻ ഡി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഓപ്ഷൻ മാത്രം വായിച്ചു പോകാം. 31 ഓപ്ഷൻ ബി, 32 ഓപ്ഷൻ എ, 33 ഓപ്ഷൻ സി, 34 ഓപ്ഷൻ ബി, 35 ഓപ്ഷൻ ഡി, 36 ഓപ്ഷൻ എ. ഇനി 37 ഓപ്ഷൻ ബി ആണ് വരുന്നത്, 38 ഓപ്ഷൻ എ, 39 ഓപ്ഷൻ എ, 40 ഓപ്ഷൻ എ, 41 ഓപ്ഷൻ സി, 42 ഓപ്ഷൻ ബി, 43 ഓപ്ഷൻ സി, 44 ഓപ്ഷൻ സി, 45 ഓപ്ഷൻ സി, 46 ഓപ്ഷൻ സി, 47 ഓപ്ഷൻ ബി, 48 ഓപ്ഷൻ ഡി, 49 ഓപ്ഷൻ ഡി, 50 ഓപ്ഷൻ ഡി. ഇത്രയാണ്. അപ്പോൾ ബിയും സിയും ടീച്ചറിൻ്റെ കയ്യിൽ സെറ്റില്ല. ഇത് രണ്ടെണ്ണേ എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കുക. മറ്റുള്ള വിഷയങ്ങൾ ഞാൻ സമയം കിട്ടിയാൽ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ. ഏതായാലും ഇനി ടെൻഷൻ അടിച്ച് വെറുതെ അസ്വസ്ഥതകൾ ആകുലതകളും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുന്നോട്ടേക്ക് അടുത്ത കാര്യം നോക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. USS കിട്ടിയോ കിട്ടിയില്ലയോ അതല്ല ചോദ്യം, നമുക്ക് ധാരാളം അറിവുകൾ ലഭിച്ചു എന്നാണ്. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ സിസ്റ്റമാറ്റിക്കായിട്ട് കുറേ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടാകാം. ഓക്കെ. ഏതായാലും എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം. ബൈ.